യവന്മാരെ രോഗം കൊടുത്ത ഒരു നിർവാഹവുമില്ല. അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് നമ്മളെ അങ്ങ് പലിച്ച് മാറ്റിക്കളയും. പിന്നെ എന്തുകൊണ്ട് പരിപാടി? യവന്മാർക്ക് പട്ടിണി കൊടുത്താൽ ഒരു കുഴപ്പവുമില്ല. അവർ പറയുന്നത് അത് ഉപവാസമാണെന്ന്. പിന്നെ ഇവരെ എന്തുകൊണ്ട് പിടിച്ചു മാറ്റാനൊക്കും? നഗ്നത എന്ന് പറഞ്ഞാൽ അവർ പറയും പട്ടിണിയോ നഗ്നതയോ എന്തും വരട്ടെ, ആപത്തോ വാളോ ഉള്ള തുണിയും കൊണ്ട് ഞങ്ങൾ യോഗത്തിന് പോകും. പിന്നെ ഇവരെ എങ്ങനെ മാറ്റാം? നോക്കിയപ്പോ പറഞ്ഞു യവന്മാരുടെ കയ്യിലില്ലാത്തൊരു സാധനമുണ്ട്, കാശ്, അത് കൊടുത്താൽ മതി, ഇവനെല്ലാം മാറിക്കൊള്ളുന്നു. സാത്താനെ ആയുധപ്പുറയിൽ മറ്റു വാളൊന്നും എടുക്കാതെ കണ്ട് കാശ് വാരി എറിഞ്ഞു. കാശ് വാരി എറിഞ്ഞെന്നല്ല, മൂളം എറിഞ്ഞങ്ങോട്ട്. കഴിഞ്ഞകാല ഭക്തന്മാരൊക്കെ ഇത് കണ്ടിട്ട് പറഞ്ഞു, അയ്യോ വന്നച്ച, ഞാനിത് കുടിക്കുന്നുമില്ല കുളിക്കുന്നുമില്ല, ഞാനിങ്ങനെ മാറി നിൽക്കുകയാണ്, എനിക്കിതുമായി യാതൊരു ബന്ധവുമില്ലാത്തതുമാകുന്നു. അനങ്ങാതെ നിന്നു. സന്തതികളൊക്കെ കുനിഞ്ഞ് പറക്കാൻ തുടങ്ങിയപ്പോ പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു, നമ്മുടെ സന്തതിയുടെ കൊടുത്തു, അതിങ്ങനെ കൊണ്ടുവരുന്നു. പിന്നെ ഭക്തന്മാരാരും കുനിഞ്ഞു പെറുക്കാൻ നിന്നില്ല, പോക്കറ്റ് വീർപ്പിച്ച് അനങ്ങാതങ്ങ് നിന്നു. വന്നു വീഴുന്നെങ്കിൽ വീണുണ്ട്. സാത്താൻ ഉന്നമുള്ളവനില്ലയോ, അവൻ എറിഞ്ഞ് ഇതിനകത്തോട്ട് ഫിറ്റ് ചെയ്തു. അപ്പൊ പതുക്കെ പൊക്കി, ഈ സ്വരൂപവും മേലെടുത്തും ആരുടേതാകുന്നു, ഈ സ്വരൂപവും മേലെടുത്തും ആരുടേതാകുന്നു. അപ്പൊ മനസ്സിലായത് ഇന്നാരുടേതാകുന്നു, അത് പോക്കറ്റിലിരിക്കേണ്ടതുമാകുന്നു. പതുക്കെ വെച്ചു. അവിടെ മുതൽ സംഗതികൾക്ക് പതുക്കെ വ്യത്യാസം തുടങ്ങി. നമ്മുടെ നാട്ടിലെ ഉപദേശിമാരാരെങ്കിലും വന്ന്, ഇവിടുത്തെ പണ്ടത്തെ ഉപദേശിമാർ വന്ന് ഇവിടുത്തെ ഈ പരിപാടി കണ്ടാൽ ഇവിടെ പ്രസംഗത്തില്ല. എന്താണെന്നോ, കസേരയിലിരിക്കാൻ പാടില്ല. അന്നത്തെ വിശുദ്ധിയാ. കസേരയിലിരിക്കാൻ പാടില്ല, ഫാൻ കറക്കാൻ പാടില്ല. പിന്നെ വസ്ത്രത്തിന്റെ കാര്യമൊന്നും ഞാനിപ്പോ അങ്ങനെ വിസ്തരിക്കുന്നില്ല. നിങ്ങളൊരു വാക്കിൽ ക്ഷമിക്കണം, ആരോടും പറയരുത് കേട്ടോ. വീഡിയോ ഓഫ് ചെയ്താലും വേണ്ടിയല്ല. അണ്ടർവെയർ ഉപയോഗിക്കുന്നവരെ പാപമാണെന്ന് നമ്മുടെ പിതാക്കന്മാർ ധരിച്ചിരുന്ന കാലമുണ്ട്. പണ്ട് പുരാതനം മുതൽ അവരെന്തുപയോഗിച്ചുകൊണ്ടോ ഒന്ന് അങ്ങനെ തന്നെ പോട്ടെന്ന് പറഞ്ഞു. അത്ര വിശുദ്ധിയായിരുന്നു കേരളത്തിന്റെ വിശുദ്ധി. ഡ്രസ്സിങ്ങില്, നോട്ടത്തില്, ചലനത്തില്, ഇടപാടില് ഒക്കെ വിശുദ്ധി. ഈ വിശുദ്ധന്മാരുടെ സഭയ്ക്കകത്തോട്ട് കാജുവാരി പിശാചങ്ങോട്ട് എറിഞ്ഞപ്പോൾ അനാത്മികന്മാർ ഇതിനകത്തേക്ക് കയറി. രക്ഷിക്കപ്പെടാത്തൊരുത്തിന് ഇതിനകത്ത് വന്നാൽ കാശുണ്ടോ, നീ ആട്ട ട്രഷററായിട്ട് ഇന്നടത്തിന്നാറ് ട്രഷററാകുന്നു, എല്ലാവരും കൈയടിച്ചുകൊള്ളുവിൻ. എല്ലാവരും കൈയടിച്ചു പാസ്സാക്കി. കാരണം അച്ചായന്റെ കീശയെ 10 കാശുണ്ട്. എവിടുന്ന് ആച്ചായി കാശെന്ന് ചോദിക്കാൻ ഒരു വിശുദ്ധനും തന്റെ ഇടമില്ല. കാരണം ആ വിശുദ്ധന്റെ കയ്യിൽ ഇവിടുന്നൊക്കെ പണം ചെന്നു കഴിഞ്ഞു. സമ്മാനങ്ങൾ കണ്ണുകളെ കുരുടാക്കി. ഇതാ ഞാൻ പ്രസംഗിക്കുന്ന കമ്മ്യൂണിസം. സമ്മാനങ്ങളാൽ കണ്ണു കുരുടാക്കപ്പെട്ട അന്ധന്മാർ ദൈവസഭയെ ഭരിക്കുവാൻ കയറി. ഉപവാസമില്ല, പ്രാർത്ഥനയില്ല, ജാഗരണമില്ല, പിന്നെ കമ്മറ്റി, കൈക്കാര്. പണ്ടൊക്കെ പരസ്യവും ഉണ്ടായിരുന്നു, ഇപ്പൊ പിക്നിക്കുണ്ട്. ഉണ്ടല്ലോ, നാളെ ഉണ്ട്. അയ്യോ ചെറുപ്പക്കാരെല്ലാം പോണേ, പോകാമെന്നിരിക്കല്ല, അവിടെ പോണം. ഇപ്പൊ ഉള്ള സമയം കൊണ്ട് ഓട്ടവും ചാട്ടവും പിടിയും വലിയ മേളവും. എന്താ ദൈവനാമ മഹത്വത്തിനുണ്ട് നമ്മളൊരു പിക്നിക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നു. നീ സമയത്തിന് പരസ്യത്തിനിറക്കും കുഞ്ഞെ, അതാ നല്ലത്. ഉദ്ദേശിച്ച് ചെറുപ്പക്കാരെ എല്ലാം കവലയ്ക്ക കൊണ്ടുപോകാം, നമുക്ക് പരസ്യം നടത്താം, കൊണ്ടുപോയല്ലാത്തിന്. ഞാളങ്ങ് ഇറങ്ങും ഡ്രസ്സൊക്കെ ചെയ്ത് ഓരോ പൊതിയും കെട്ടി കക്ഷത്ത് വെച്ച വേണ്ട, നാളെ പൊതി അവിടെ കിട്ടും, അങ്ങ് ചെല്ല്. സകല എണ്ണം കൂടെ ചെല്ല്. ഇത് പറഞ്ഞ ഉടനെ രാത്രോപദേശം ഇവിടുന്ന് വിസയും ക്യാൻസൽ ചെയ്ത് കേരളത്തിലോട്ട് വിടാൻ നിങ്ങൾക്ക് തന്റെ ഇടമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് വിളിച്ചു പറയാനാ ഞാൻ എത്തിയിരിക്കുന്നത്. പറഞ്ഞേ പോകൂ, നീ ഉണപ്പെടാദ്യം. കുഞ്ഞേ, നീ നരകത്തിൽ പോകുമെന്നാ വിളിച്ചു പറഞ്ഞത്. എന്റെ അകത്ത് യേശുവിന്റെ മാർഗമില്ല. സ്നേഹിത, യേശുവിന്റെ മാർഗം അകത്തില്ലാതെ എന്തുവാ ഈ പരിപാടി എന്നാ ചോദ്യം. നിന്റെ ജീവിതത്തിന് സമാധാനമുണ്ടോ? നിന്റെ ജീവിതത്തിന് പ്രത്യാശയുണ്ടോ? നിന്റെ ജീവിതത്തിന് ലാക്കുണ്ടോ? യേശുവിന്റെ കാരണം ഇന്ന് രാത്രി ധ്വനിച്ചാൽ വിശുദ്ധന്മാര് പറക്കുമ്പോ നിന്റെ ഇടപാടെന്തായിരിക്കുമെന്ന എന്റെ ചോദ്യം. ഇത് വേദനയോടെ വിളിച്ചു ചോദിക്കാം, വേദനയോടെ. രാത്രി നീ ഏറ്റെടുക്കണമെങ്കിൽ ഏറ്റെടുത്തോ. ഇന്ന് രാത്രി ഗുണപ്പെടണം. ഒത്തിരി ആള് വേണ്ട, ഉള്ളത് സ്വർഗത്തിൽ പോകണം, ഉള്ളത് സ്വർഗത്തിൽ പോകണം. വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കാന്ന് പാടുമ്പോ അനക്കിയാ പോരാ, ഇവിടുന്ന് പൊങ്ങണം മേലോട്ട്. മനസ്സിലായോ പരിപാടി? ഇവിടെ ആർക്കൊണ്ട് സമാധാനം? സാത്താന്റെ കച്ചവട ചരക്കുകളായി, പ്രദർശന വസ്തുക്കളായി മാറ്റപ്പെട്ട, ജീവിതത്തിൽ മനസ്സാക്ഷിയുള്ള കോടതിയിൽ വിധിക്കപ്പെട്ട കുറ്റവാളികളെ രാത്രി യേശുവിന്റെ വചനത്തിന് മുൻപാകെ, തിരുവചനത്തിന്റെ വാളിന്റെ മുൻപാകെ നഷ്ടാക്കപ്പെട്ടവരായി നെടുമ്പാടടിച്ചു വീണ് വിളിച്ചു പറ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം
തലമുറയ്ക്കും തരണമേന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാകും. അല്ലെ പിന്നെന്താ യോഗത്തിന് ഇത്ര ആളായിപ്പോയി? എന്തായാലും ഗുണമല്ല, ഉള്ളത് ഗുണപ്പെടും. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി. സമയം തീർന്നുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കാൻ തുടങ്ങി. ദൈവം വെച്ചാൽ നാളെ രാത്രി ഇതിന്റെ ബാക്കി പ്രസംഗിക്കും. തിരുവചന വെളിച്ചത്തിൽ ദൈവത്തിന്റെ വാളുകൾ. രാത്രി നിന്റെ ജീവിതത്തിൽ നിന്ന് സമാധാനമെടുത്ത് കളഞ്ഞത് ഈ വാളാ സ്നേഹിത. എന്റെ ഭാര്യയുമായി മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചിട്ട് എത്ര നാളായി. ഇന്ന് രാത്രി യേശുവിനും അകടിയറ വെച്ച് വീഴണം. സ്വന്തം ഭാര്യയുമായിട്ട് മുഖത്ത് നോക്കി ഒന്ന് സന്തോഷമായി ചിരിച്ചിട്ട് എത്ര നാളായി സ്നേഹിത. നീ കർത്തൃമേശ എടുക്കാൻ കൈനീട്ടുക. സഹോദരി, എന്റെ ഭർത്താവിനോട് സ്നേഹമായ ഒരു വാക്ക് ഉച്ചരിച്ചിട്ട് എത്ര നാളായെന്ന എന്റെ ചോദ്യം. കാഹളം കേട്ടപ്പോ പോകത്തില്ലെന്ന് പഠിക്കുക. നീ നഷ്ടപ്പെടാൻ തുടങ്ങുകയാണ്. സ്വന്തം ആടുകൾക്ക് വേണ്ടി മനസാക്ഷി തെളിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് എത്ര നാളായി ഉപദേശിമാരെ. നിങ്ങൾ നടത്തുന്ന സഭകളെ കുറിച്ചുള്ള ഉത്തരവാദിത്വം ദൈവം നിങ്ങളുടെ തലമേൽ ചോദിക്കും. സൂക്ഷിച്ചുകൊള്ളൂ. ഇവിടെ ആർക്കുണ്ട് സമാധാനം? പാട്ടുകാരൻ നിന്നുകൊണ്ട് പാടുകയാ. സമാധാനമില്ല ഭൂവിൽ അനുദിനം നീലവീലി പടർന്നുയരുകയായി ധരണി തന്നിൽ. ഓ സമാധാനം ഇല്ല ഭൂവിൽ അനുദിനം നിലവിളി പടർന്നുയരുകയായി ധരണി തന്നിൽ. ദൈവത്തിൽ പൈതങ്ങൾക്ക് ആനന്ദം ധരണിയിൽ ക്ലേശിപ്പാൻ വലയം നാദ്യ